നമസ്കാരം. തീരുവ വിഷയത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണി കയ്യിൽ വെച്ചുകൊണ്ടിരുന്നു എന്നാണ് ഇന്ത്യ പറയുന്നത്. അതായത് തീരുവ കൂട്ടി ഇന്ത്യ ഇപ്പോ അങ്ങ് തീർക്കാമെന്ന് പറഞ്ഞിറങ്ങിയ ട്രംപിനോട് നല്ല ഒന്നാം തരം മറുപടി നൽകിയിരിക്കുകയാണ് ഇന്ത്യ. എന്തായാലും ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക 50% ഉയർന്ന തീരുവ ഏർപ്പെടുത്തിയ അമേരിക്കയുടെ നിലപാടിന് ബദൽ മാർഗം തേടിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. തുണിത്തരങ്ങളുടെ കയറ്റുമതി പ്രോത്സാഹിപ്പിക്കുന്നതിനായി UK, ജപ്പാൻ, ദക്ഷിണ കൊറിയ എന്നിവ ഉൾപ്പെടെ 40 രാജ്യങ്ങളുമായി ഇന്ത്യ ബന്ധപ്പെടുന്നുണ്ട് എന്നാണ് സർക്കാർ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ജർമ്മനി, ഫ്രാൻസ്, ഇറ്റലി, സ്പെയിൻ, നെതർലാൻഡ്സ്, പോളണ്ട്, കാനഡ, മെക്സിക്കോ, റഷ്യ, ബെൽജിയം, തുർക്കി, UAE, ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളിലെ വിപണിയും ഇന്ത്യ ലക്ഷ്യമിടുന്നുണ്ട്. ഈ 40 വിപണികളിലും ഒരു ലക്ഷ്യബോധമുള്ള സമീപനം പിന്തുടരുവാനും ഈ രാജ്യങ്ങളിലെ ഈപ്സികളും ഇന്ത്യൻ മിഷനുകളും ഉൾപ്പെടെ ഇന്ത്യൻ വ്യവസായത്തിന്റെ ഗുണനിലവാരമുള്ളതും സുസ്ഥിരവും നൂതനവുമായ തുണിത്തരങ്ങളുടെ വിശ്വസനീയവുമായ വിതരണക്കാരനായി സ്വയം സ്ഥാപിക്കാനുമാണ് ഇത് നിർദ്ദേശിക്കപ്പെടുന്നു എന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു. ഇന്ത്യ നിലവിൽ 220-ലധികം രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നുണ്ട് എങ്കിലും ഈ 40 രാജ്യങ്ങൾ വൈവിധ്യവൽക്കരണത്തിന്റെ യഥാർത്ഥ താക്കോൽ വഹിക്കുന്നു എന്നും അദ്ദേഹം പറയുന്നുണ്ട്. തുണിത്തരങ്ങളുടെയും വസ്ത്രങ്ങളുടെയും ഇറക്കുമതിയിൽ ഇവ രണ്ടും ചേർന്ന് $590 ബില്യൺ പ്രതിനിധീകരിക്കുന്നു. അതേസമയം ഇന്ത്യയുടെ വിഹിതം 5 മുതൽ 6% മാത്രമാണ്. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് പരമ്പരാഗത വിപണികളിൽ വളർന്നു വരുന്ന വിപണികളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഈ 40 രാജ്യങ്ങളിലും സമർപ്പിത ഔട്ട്റീച്ച് പരിപാടികൾ സർക്കാർ ആസൂത്രണം ചെയ്യുന്നതെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ഓഗസ്റ്റ് 27 മുതൽ പ്രാബല്യത്തിൽ വന്ന പുതിയ US താരിഫ് $48 ബില്യൺ മൂല്യമുള്ള ഇന്ത്യൻ കയറ്റുമതിയെ ബാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തുണിത്തരങ്ങളും വസ്ത്രങ്ങളും രത്നങ്ങളും ആഭരണങ്ങൾ, ചെമ്മീൻ, തുകൽ, പാദരക്ഷകൾ, മൃഗ ഉൽപ്പന്നങ്ങൾ, രാസവസ്തുക്കൾ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ യന്ത്രങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. 2024-25 ഇന്ത്യയുടെ തുണിത്തരങ്ങളുടെയും വസ്ത്രങ്ങളുടെയും മേഖലയുടെ മൊത്തത്തിലുള്ള വലിപ്പം $179 ബില്യൺ ആണ്. ആഭ്യന്തര വിപണി $142 ബില്യൺ കയറ്റുമതി $37 ബില്യൺ ആണ്. ആഗോളതലത്തിൽ തുണിത്തരങ്ങളുടെയും വസ്ത്രങ്ങളുടെയും ഇറക്കുമതി വിപണി 2024 $800.77 ബില്യൺ ആയിരുന്നു. അവിടെ 4.1% വിഹിതമുള്ള ഇന്ത്യ 6ാം വലിയ കയറ്റുമതിക്കാരായിരുന്നു. മാർക്കറ്റ് മാപ്പിംഗ് നടത്തുകയും ഉയർന്ന ഡിമാൻഡ്സ് ഉള്ള ഉൽപ്പന്നങ്ങൾ തിരിച്ചറിയുകയും സൂററ്റ്, പാനിപ്പത്ത്, തിരുപ്പൂർ, ഫതോക് തുടങ്ങിയ ഉൽപാദന ക്ലസ്റ്ററുകൾ പുതിയ അവസരങ്ങളുമായി ബന്ധിപ്പിക്കുക എന്നിവയിലൂടെ കയറ്റുമതി പ്രൊമോഷൻ കൗൺസിലുകൾ ഇന്ത്യയുടെ തന്ത്രത്തിൽ നട്ടെല്ലായിരിക്കുകയും ചെയ്യുന്നു. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വി ഡി സതീശൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച